LDF ആണ് ശരിയെന്നും LDF ശക്തിപ്പെടണമെന്നും ബിനോയ് വിശ്വം. LDF ശക്തിപ്പെടാൻ കാനം രാജേന്ദ്രൻ എല്ലാ കാലവും പ്രയത്നിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് മൂല്യം മുറുക്കെ പിടിച്ച നേതാവായിരുന്നു കാനമെന്ന് മന്ത്രി VN വാസവൻ അനുസ്മരിച്ചു. കോട്ടയം വാഴൂരിലെ കാനം സ്മൃതി മണ്ഡപത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. വാഴൂരിലെ കാനത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയോടെയാണ് ഒന്നാം അനുസ്മരണ പരിപാടിക്ക് തുടക്കമായത്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം സ്മൃതി മണ്ഡപത്തിന് സമീപം പലവൃക്ഷത്തൈകളും ചെടികളും പുൽത്തകിടികളും നട്ട് പരിപാലിച്ചിട്ടുണ്ട്. ഇതിന് സമീപമായിരുന്നു ഒന്നാം അനുസ്മരണ പരിപാടി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ആ വിയോഗത്തോട് പൊരുത്തപ്പെടാൻ ഇപ്പോഴും പാടുപെടുകയാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലിങ്ങനെ അലയടിക്കുന്ന എല്ലാ കാര്യങ്ങളും പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. സഖാവ് കാനം രാജേന്ദ്രൻ ആരായിരുന്നുവെന്ന് ഒരു പ്രസംഗം വഴി ആരെയെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേണ്ടതില്ല. അദ്ദേഹത്തെ കേരളത്തിനറിയാം, ജനങ്ങൾക്കറിയാം. കാനത്തിന്റെ വേർപാട് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്ന് മന്ത്രി VN വാസവൻ അനുസ്മരിച്ചു. എല്ലാ രംഗത്തും താൻ ഏറ്റെടുക്കുന്ന ദൗത്യം കൃത്യതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാഠം, ഏത് പ്രശ്നങ്ങളിലും സമയോചിതമായി സന്ദർഭോചിതമായി പ്രതികരിക്കാനുള്ള നിർഭയമായ അദ്ദേഹത്തിൻ്റെ മാനസിക തൻ്റെയുടെ ഒരു വിപ്ലവകാരിയുടെ ഏറ്റവും പ്രാധാന്യമുള്ള വിശേഷണങ്ങൾ എന്ന രൂപത്തിൽ അതിനെ കാണേണ്ടതാണ്. ചടങ്ങിൽ CPI മന്ത്രിമാർ, MLA മാർ, MP മാർ, വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.